ഷോൺ ജോർജ് പറയുന്നു, എൻ്റെ പപ്പ രാഷ്ട്രീയം കൊണ്ട് ഒരു രൂപ പോലും സമ്പാദിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഈ പി സി ജോർജ് എന്ന ആൾ പണ്ട് അവിടെ ജീപ്പ് ഓടിച്ചുകൊണ്ട് നടന്ന ആളായിട്ടൊക്കെ പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ധാരാളം സ്ഥലമുള്ള ആളായിരുന്നോ എന്നറിയില്ല. ഇനി ആ സ്ഥലത്ത് പുള്ളിക്ക് പാറ പൊട്ടിക്കുന്ന ക്രഷർ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പല സ്വാധീനങ്ങൾ വെച്ചിട്ട് ഈ ക്രഷർ ഉണ്ടാക്കിയതാണോ എന്നൊന്നും നമുക്കറിയില്ല. കറക്റ്റ് അറിയാൻ പാടില്ല, അത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഷോൺ ജോർജ് പറയുന്നത് പപ്പ ഒന്നും സമ്പാദിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഏലക്ഷനുണ്ട്. നമ്മളത് അന്വേഷിച്ചിട്ടില്ല, അറിയില്ല താനും. ഏതായാലും പപ്പയ്ക്ക് അവിടെ നല്ലൊരു സ്ഥാനം പൂഞ്ഞാർ മണ്ഡലത്തിലുണ്ടായിരുന്നു. അതിൻ്റെ പ്രത്യേകം ഒരു സപ്പോർട്ട് അവിടുത്തെ മുസ്ലിം സമുദായത്തിൻ്റെ നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് കളഞ്ഞതാണ് പുള്ളി അടി പോയത്. നമുക്ക് കാണാൻ കഴിയുമല്ലോ. അവിടുത്തെ ആളുകൾ ഈ ഈരാറ്റുപേട്ട ഭാഗത്തുള്ള ഒരുപാട് മുസ്ലിം സമുദായത്തിൻ്റെ ആളുകൾ ഈ പി സി ജോർജിനെ സപ്പോർട്ട് ചെയ്തിട്ട് എപ്പോഴും ഉണ്ടായിരുന്നു. ഒരു ദിവസം ഇതുപോലെ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ അവിടെ വച്ചിട്ട് ഈ മുസ്ലിം സമുദായത്തിന് എതിരെ പുള്ളി എന്തോ സംസാരിച്ചു. അവിടെ പ്രസംഗിച്ചു. അപ്പോൾ അവിടെ ആ ചാഞ്ഞും ചെരിഞ്ഞും കെട്ടിയ പോലെ അവിടെ ഒരു ആവശ്യം വന്നപ്പോൾ അവിടെ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടിയിട്ടോ മറ്റോ പുള്ളി അടിച്ച് പൊളിച്ചാണ്. ഇത് ആരോ വീഡിയോ എടുത്തിട്ട് ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് അയച്ചു കൊടുത്തു. പിന്നെ അവരായിട്ട് ചോദിച്ചു, അവർ ഇതിനെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ അതിനെപ്പറ്റി നല്ലൊരു അഭിപ്രായം അല്ലെങ്കിൽ നല്ലൊരു മറുപടി അല്ലായിരുന്നു പറഞ്ഞത്. അങ്ങനെ ആ സമുദായമായിട്ട് ഉടക്കി തുടങ്ങിയതോടുകൂടി പുള്ളി താഴത്തേക്ക് പോകും. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, ഇദ്ദേഹം ചൂടായി തെറി പറയുന്ന ഒരാളാണ്, അറിയാലോ. കോൺഗ്രസ്സിൽ നിൽക്കുമ്പോൾ പുള്ളിക്ക് നല്ലൊരു സ്ഥാനം ഉണ്ടായിരുന്നു, ചീഫ് വിപ്പായിരുന്നു. അവിടുന്ന് അഹങ്കാരം മൂത്ത് അതൊക്കെ കളഞ്ഞു കുളിച്ചിട്ട് മാസ്റ്റർ പാർട്ടിയിൽ വന്നു. ഇപ്പോൾ പുള്ളി BJP ഇപ്പോൾ മകൻ വന്നപ്പോൾ എങ്കിലും മകന് പറയാം, പപ്പയ്ക്ക് തെറ്റുപറ്റിപ്പോയി, അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഈ മകന് തന്നെ പതുക്കെ ആ സമുദായവുമായി ബന്ധപ്പെടുകയും മറ്റുള്ള ക്രിസ്ത്യൻ സമുദായവും ഹൈന്ദവരുമൊക്കെ ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ഇവരുമായിട്ട് നല്ല രീതിയിൽ ബന്ധം സ്ഥാപിക്കുകയൊക്കെ മകനും ബുദ്ധി ഉപയോഗിച്ച് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ആ മണ്ഡലം സേഫ്റ്റി ആയിരുന്നു. ഇപ്പം ചെന്നിരിക്കുന്നത് BJPയിലാണ്. BJPയിൽ ഇപ്പോൾ നിന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ആളുകളൊക്കെ വോട്ട് ചെയ്യും. ഇനിയിപ്പോൾ ഇദ്ദേഹം നിൽക്കുന്നത് പാലായിലാണ്. പാലായിൽ ഷോൺ ജോർജ് എന്നാൽ ജയിക്കുമോ? ഒരു സാധ്യതയില്ല. അപ്പോൾ ഇവർക്ക് കിട്ടിയ ആ അവസരങ്ങൾ ഇവർ കളഞ്ഞു കുളിച്ചിട്ട് പിന്നെ നമ്മൾ നന്മ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ആളുകൾ അംഗീകരിക്കണ്ടേ? ആളുകൾ അംഗീകരിക്കണമെങ്കിൽ നമ്മൾ അതേ രീതിയിൽ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും വിനയത്തോടുകൂടി നിൽക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ആളുകൾക്ക് ഇഷ്ടം തോന്നുള്ളൂ. ഇതല്ലാതെ തണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. അങ്ങനെയല്ലേ ഇവരെല്ലാം നഷ്ടപ്പെടുത്തി. ഷോൺ ജോർജിൻ്റെ സംസാരങ്ങളും ഷോൺ ജോർജിൻ്റെ സംസാര ഭാവങ്ങളും ഷോൺ ജോർജിൻ്റെ പ്രവർത്തനങ്ങളും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇഷ്ടപ്പെടണം എന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും വെറുതെ പ്രസംഗിക്കാൻ കിട്ടുന്ന വേദികളിൽ തനി വർഗീയമായ രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും, പ്രത്യേകിച്ച് കേരളത്തിൽ, ഒരിക്കലും നേട്ടം ഉണ്ടാവില്ല. അല്ലെങ്കിൽ മറ്റുള്ള BJP അടിച്ചു കീറിയിരിക്കുന്ന സംസ്ഥാനങ്ങളെ പോലെയുള്ള സംസ്ഥാനങ്ങളിലാണെങ്കിൽ ആൾക്കാരെ കണ്ട് വോട്ട് ചെയ്തോളൂ. അവിടെ അങ്ങനെയാണ്. ഇവിടെ കേരളത്തിനെ സംബന്ധിച്ച് അങ്ങനെ നടക്കില്ലല്ലോ. ഇപ്പോൾ BJPക്ക് ശക്തിയുള്ളൊരു സംസ്ഥാനമല്ല കേരളം. അപ്പോൾ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ ചെയ്തത് നമുക്ക് കിട്ടുന്ന ഇരിപ്പിടം തേച്ച് മിനുക്കി നല്ല ഭംഗിയായിട്ട് കൊണ്ടെടുക്കാതെ അവിടെ ചാണകം വെച്ച് തേച്ച് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? നാശാവില്ലേ? ആ അവസ്ഥയാണ് ഇപ്പം നിങ്ങളുടെ അപ്പനും മകനും.